നമസ്കാരം. ഇന്ന് FIS ചാനലിൽ കാണുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പാചകം തകൃതിയിൽ നടന്നു വരികയാണ്. ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കണ്ട് വിലയിരുത്താം. നല്ല സുഗന്ധമുള്ള മട്ടൻ കറിയാണ് ഈ അടുപ്പിൽ കാണുന്നത്. നല്ല സുഗന്ധമുള്ള മട്ടൻ കറിയാണ്, നല്ല ഫ്ലേവറാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ വർക്ക് പൂർത്തിയായിട്ടില്ല, വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഏതാണ്ട് 300 പേർക്കുള്ള ബിരിയാണിയാണ്. ബിരിയാണിയുടെ റൈസാണ് അടുപ്പിൽ കിടക്കുന്നത്. ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. സാധാ ഊണിനുള്ള 5 കിലോ അരിയാണ് ഈ അടുപ്പിൽ കാണുന്നത്. ബിരിയാണിക്കുള്ള അരി വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. 26 കിലോ ബിരിയാണിക്കുള്ള മട്ടനാണ് ഈ കാണുന്നത്. 20 കിലോ അരിയാണ് ഇവർ ചേർക്കുന്നത്. ഓൾറെഡി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ചെമ്പ് അടുപ്പിൽ വെക്കുവാനായിട്ട് അടുപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇത് വൈറ്റ് റൈസിനും ബിരിയാണിക്കും കൂടി എടുക്കാനുള്ള മട്ടൻ കറിയാണ്. പത്ത് കിലോ മട്ടൻ കറിയാണ് വൈറ്റ് റൈസിന് കൊടുക്കാനും ബിരിയാണിക്ക് ഗ്രേവി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാനും കൂടിയാണ് 10 കിലോയുടെ മട്ടൻ കറി അടുപ്പിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വൈറ്റ് റൈസിന് വേണ്ടി കൊടുക്കാനുള്ള മറ്റൊരു കറിയാണ്. തക്കാളിയൊക്കെ കൂട്ടിയുള്ള ഒരു പ്രത്യേക സൈസ് കറി. ഈ കാണുന്നത് വൈറ്റ് റൈസിന്, സാധാ റൈസിന് കൊടുക്കാൻ വേണ്ടിയുള്ള മട്ടൻ ചുക്കയാണ്. ഇത് ഏകദേശം 5 കിലോയോളം ഉണ്ടെന്നാണ് പാചകക്കാരൻ പറയുന്നത്. ബിരിയാണി ചെമ്പ് അടുപ്പിൽ കയറാനുള്ള അഗ്നി റെഡിയായി. അടുത്ത് പോയി ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, തീയുടെ ചൂട് ഭയങ്കരമാണ്. ബിരിയാണി അരി വെന്ത് കഴിഞ്ഞാൽ ആ കൂടെ തന്നെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ആഡ് ചെയ്ത് ദമ്മിടുന്നതായിരിക്കും. ഇതിനോടൊപ്പം ഉള്ള കറികളെന്ന് പറഞ്ഞാൽ സലാഡ്, പിക്കിള്, പിന്നെ ബിരിയാണി വേണ്ടാത്തവർക്കുള്ള സാധാ വൈറ്റ് റൈസിനുള്ള കറികളാണ് കുറച്ച് മുമ്പ് കാണിച്ചത്. മെയിനായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ബിരിയാണിയെ തന്നെയാണ്. ഈ കുക്കിങ്ങിൻ്റെ ബാക്കി ഒരു വീഡിയോയും കൂടി ഉണ്ടായിരിക്കും. ബിരിയാണി റെഡിയായി കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം. ഈ ചാനൽ ദീപം FIS ചാനൽ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.